ഹായ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വിംസ് ട്യൂമർ ഓർ നെഫ്രോബ്ലാസ്റ്റോമ. നെഫ്രോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ ഉണ്ടാവുന്ന ഒരു ട്യൂമർ. സോ ബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് ക്യാൻസറസ് മാലിഗ്നന്റ് ടിഷ്യൂസിനെയാണ് ബ്ലാസ്റ്റോമ എന്ന് പറയുക. നെഫ്രോ കിഡ്നി, അപ്പൊ കിഡ്നിയിൽ ഉണ്ടാവുന്ന ട്യൂമർ ആണ് നെഫ്രോബ്ലാസ്റ്റോമ. ഇത് രണ്ട് രീതിയിൽ വരാം. ബൈലാറ്ററൽ ആയിട്ടും വരാം, യൂണിലാറ്ററൽ ആയിട്ടും വരാം. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് കിഡ്നിനെയും അഫക്ട് ചെയ്യാം, യൂണിലാറ്ററൽ ഒരു സിംഗിൾ കിഡ്നിനെ മാത്രം അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ യൂണിലാറ്ററൽ, ബൈലാറ്ററൽ നെഫ്രോബ്ലാസ്റ്റോമ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ വിംസ് ട്യൂമർ എന്ന് പറയും. യൂഷ്വലി ഇത് ഒരു 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് സാധാരണയായിട്ട് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഇമേജ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. Just look at this image. ഈ കിഡ്നിയിൽ ഒരു ട്യൂമർ വളരുന്ന കണ്ടില്ലേ? ഓക്കെ, സോ ഇതിങ്ങനെ വളർന്ന് look at here, വളർന്ന് അത് എക്സീഡ് ചെയ്ത് കിഡ്നീനെ എക്സീഡ് ചെയ്ത് അത് സൈഡിലുള്ള റീനൽ വെസൽസിലേക്കും അതുപോലെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെയും അഫക്ട് ചെയ്യും. ഓക്കെ, സോ കിഡ്നിയുടെ അകത്ത് അല്ലെങ്കിൽ കിഡ്നിയുടെ പുറമെയുള്ള ലെയറിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് എൻറ്റയർ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇത് ഒരു കിഡ്നിനെ അഫക്ട് ചെയ്യാം, അല്ല ഇത് രണ്ട് കിഡ്നിനെയും അഫക്ട് ചെയ്യും. ക്ലിയർ ആയോ? സോ നെഫ്രോബ്ലാസ്റ്റോമയെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നെഫ്രോബ്ലാസ്റ്റോമയുള്ള പേഷ്യൻസിന് ഇത് നെഫ്രോബ്ലാസ്റ്റോമയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെ? there would be some signs. Okay, അപ്പൊ നെഫ്രോബ്ലാസ്റ്റോമയിൽ യൂഷ്വലി വരുന്ന സൈൻ എന്ന് പറയുന്നത് അബ്ഡോമിനൽ മാസ് ആയിരിക്കും. On palpation, you can feel an abdominal mass. There will be abdominal pain. കിഡ്നിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് ഓൾട്ടേർഡ് ആയിരിക്കും. ഹെമച്യൂറിയ ഉണ്ടാവാം, യൂറിൻ ഔട്ട്പുട്ട് ഡിക്രീസ്ഡ് ആവാം. പക്ഷെ ഒരിക്കലും നെഫ്രോബ്ലാസ്റ്റോമയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ യൂറിൻ ഔട്ട്പുട്ട് വേരിയേഷൻ ഉണ്ടാവുകയും പൊട്ടാസ്യത്തിൽ വേരിയേഷൻ, ക്രിയാറ്റിനിൽ വേരിയേഷൻ, ഇങ്ങനെ ഒന്നും തന്നെ ആദ്യം നമുക്ക് കാണാൻ പറ്റില്ല. ഈ ട്യൂമർ വളർന്ന് അത് കിഡ്നിയുടെ ഓൾമോസ്റ്റ് ഫങ്ഷന് ഓൾട്ടർ ചെയ്താൽ മാത്രമായിരിക്കും സിംറ്റമാറ്റിക് ആവുന്നത്. അപ്പൊ ആദ്യത്തെ സിംറ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അബ്ഡോമിനൽ പെയിൻ, അതുപോലെ അബ്ഡോമിനൽ മാസ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ അബ്ഡോമിനൽ മാസ് മാക്സിമം പാൽപേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അബ്ഡോമിനൽ മാസ് പാൽപേറ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ഡോമിനൽ മാസ് പാൽപേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഓവർ സ്റ്റിമുലേറ്റഡ് ആവുകയും അത് റപ്ചർ ആയിട്ട് മെറ്റസ്റ്റേസിസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവുന്ന പാൽപേഷൻ അവോയ്ഡ് ചെയ്യുക. അതുപോലെ അൾട്രാസൗണ്ടിന്റെ പ്രോബ് വെച്ചിട്ടുള്ള ആ ഒരു പാൽപേഷന് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പൊ കൺഫേം ചെയ്യാനായിട്ട്, അതായത് നെഫ്രോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ വിംസ് ട്യൂമർ കൺഫേം ചെയ്യാനായിട്ട് അൾട്രാസൗണ്ടിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ IVP ആണ്, ഇൻട്രാവീനസ് പൈലോഗ്രാം. വൺസ് ഇത് കൺഫേം ചെയ്താൽ പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് സർജറി ചെയ്ത് ട്യൂമർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നെഫ്രക്ടമി, പാർഷ്യൽ, ടോട്ടൽ നെഫ്രക്ടമി ആണ് സർജിക്കൽ കറക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഇതിന്റെ പ്രോഗ്നോസിസ് ഒത്തിരി നല്ലതാണ്. ലൈക്ക് ആഫ്റ്റർ സർജറി 90% സർവൈവൽ റേറ്റ് ഉണ്ട്. ഓക്കെ, യൂഷ്വലി കിഡ്നിയിൽ വരുന്ന ട്യൂമേഴ്സിന് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയുടെയോ ആവശ്യമില്ല. അപ്പം നെഫ്രക്ടമി ആണ് ഒരു ബേസിക് ഇഫക്റ്റീവ് തെറാപ്യൂട്ടിക് സർജിക്കൽ കറക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നെഫ്രക്ടമി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സർവൈവൽ റേറ്റും പ്രോഗ്നോസിസും ഏറ്റവും ഇഫക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീടുള്ള റിമൈനിങ് ഫോളോ അപ്പ് വിസിറ്റുകൾ ആവശ്യമാണ് നോർമൽ ആയിട്ട് തന്നെ ഒരു കുഞ്ഞിന് മുന്നോട്ട് ജീവിക്കാം. അപ്പൊ 7 വയസ്സിനുള്ളിലുള്ള കുഞ്ഞുങ്ങളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണ്, കിഡ്നിനെ അഫക്ട് ചെയ്യുന്ന മാലിഗ്നൻസി ആണ് നെഫ്രോബ്ലാസ്റ്റോമ.